കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൃഷ്ണപുരം മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൃഷ്ണപുരം മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു. വാർഷിക സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ ബോഡി ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് എത്രയാണ് 400 വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. വാസ്തവത്തിൽ കേരളത്തിലെ പെൻഷൻ ഉപഭോക്താക്കൾക്ക് അത് 46,800 രൂപ കൊടുക്കണം. 900 രൂപ വെച്ച് 4 വർഷക്കാലത്തെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 46,800 രൂപ ഓരോ പെൻഷൻകാരനും കൊടുക്കണം. അത് കൊടുക്കാതെയാണ് ഇപ്പോൾ 400 രൂപ വർദ്ധിപ്പിച്ചിട്ട് എന്നെ വലിയ ഔദാര്യം ചെയ്യുന്നു. ഇവരുടെ ഭാഷ്യം എന്താണ്? ഇത് വിതരണം കൂടെ ഈ നാട്ടിലെ സഹകരണ സ്ഥാപനത്തിൽ ഇവരുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പലതരത്തിലുള്ള കമ്മീഷൻ മാത്രമല്ല, എൻ്റെ നാട്ടിലെ ഒരു ക്യാൻസർ പേഷ്യന്റ് മരിച്ച 1.5 വർഷം കൂടെ അവരുടെ പെൻഷൻ പരിശോധിപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ടു. പകരം പരിഗണനകൾ വെച്ചിട്ട് 1.5 വർഷം കൂടെ ക്യാൻസർ പെൻഷൻ ലോക്കൽ സെക്രട്ടറിയാണ്. വ്യാപകമായി പട്ടിക നടത്തുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വ്യാപകമായി തട്ടിപ്പ് നടത്തുന്നത് മാത്രമല്ല, ഇത്തരം പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന ഒരു ഔദാര്യം പാവങ്ങളുടെ മുമ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും തരികയാണ്, അടുത്ത തവണ ഇത് കിട്ടണമെന്ന് വീണ്ടും ഞങ്ങൾ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് അവരുടെ ഔദാര്യം ഈ നല്ല പാവപ്പെട്ട പെൻഷൻകാരെ ആക്റ്റീവായി പൊതുരംഗത്ത്, കോൺഗ്രസ് രംഗത്ത്, സാമൂഹ്യ പ്രവർത്തനത്തിലെ സേവന രംഗത്ത് അവരുടെ തനതായ വ്യക്തിമുദ്ര, അത് ഏത് മേഖലയാകട്ടെ ആ മേഖലയിൽ വ്യക്തിമുദ്ര വലിപ്പിച്ച് കഴിവ് തെളിയിച്ച് ഗ്രഹാന്തരീക്ഷത്തിൽ നിന്നും സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു സാമൂഹ്യ ജീവിയായി വീണ്ടും ജീവിതം തുടരുകയാണെങ്കിൽ അത്തരം ആളുകളുടെ ആയുസ്സും മനക്കരുത്തും മനോബലവും അംഗീകാരവും അവർക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങളെ മാത്രമല്ല, ഇവിടെ ഒരു സാധാരണക്കാരനെയും അതുപോലെ എല്ലാ മേഖലകളിലും ഒരു തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു മാറ്റം ഉണ്ടാകേണ്ട, ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ട വളരെ അനിവാര്യമാണ്. അതിനുവേണ്ടി വരുന്ന നിയമസഭാ ഇലക്ഷനും പഞ്ചായത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും നമ്മൾ ആത്മാർത്ഥമായിട്ട് രംഗത്തിറക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പെൻഷൻകാർ സാമ്പത്തിക ബാധ്യതകളുടെ ഇരകളായി മാറിയിട്ടുണ്ടെന്ന് ശ്രീകുമാർ പറഞ്ഞു. സർക്കാരിന്റെ ആഡംബരവും കെടുകാര്യസ്ഥതയും സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധികളുടെ ഭാരം ചുമക്കേണ്ടി വരുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുമാണെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ഡെയ്സി ജോർജ് അധ്യക്ഷത വഹിച്ചു. വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ A മുഹമ്മദ് ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി, KSSPA ജില്ലാ സെക്രട്ടറി A സലീം, മണ്ഡലം സെക്രട്ടറി KV ശൈലേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KG മോഹനൻപിള്ള, ജില്ലാ കമ്മിറ്റി അംഗം M ചന്ദ്രബാബു, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹബീബ് പൊന്നേറ്റിൽ, മണ്ഡലം ഭാരവാഹികളായ കണിശ്ശേരിൽ മുരളി, വിജയൻ പിള്ള, അനിയൻ കുഞ്ഞ്, OS ലത, ഉണ്ണികൃഷ്ണൻ നായർ, M രവീന്ദ്രൻ, ശ്രീകുമാരി, നുസൈബ, രാജൻപിള്ള എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ഡെയ്സി ജോർജിനെ പ്രസിഡന്റായും KV ശൈലേഷിനെ സെക്രട്ടറിയായും ഉണ്ണികൃഷ്ണൻ നായരെ ട്രഷററായും തെരഞ്ഞെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.